ഇറാൻ പ്രധാനമന്ത്രി മൊസദ്ദെഖിയെ സിഐഎ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസദ്ദെഖ് ഇറാന്റെ പ്രധാനമന്ത്രിയായി 1951 മുതൽ 1953 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. ഇറാനിയൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും അഭിഭാഷകനുമായിരുന്നു മൊസദ്ദെഖ്. അധികാരമേറ്റ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ആഭ്യന്തരമായി ശക്തിപ്പെടുത്താനുതകുന്നവയായിരുന്നു. രാജ്യത്തെ എണ്ണ വ്യവസായം ദേശീയവൽക്കരിച്ച് ഇറാന്റെ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാധീനവും ശക്തിപ്പെടുത്താൻ നടത്തിയ ശ്രമം ആയിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. ഈ നീക്കത്തിന് അദ്ദേഹത്തിന് ഇറാൻ ദേശീയ പാർലമെന്റിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ബ്രിട്ടന്റെ ആധിപത്യത്തിലുള്ള എണ്ണ വിപണിയുടെ ദേശസാൽക്കരണത്തെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാരുമായുള്ള ഏറ്റുമുട്ടലാണ് പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്. പുറമെ സാമൂഹിക സുരക്ഷ, ഭൂപരിഷ്കരണങ്ങൾ, ഭൂമിയുടെ വാടകയ്ക്ക് നികുതി ഏർപ്പെടുത്തൽ ഉൾപ്പെടെയുള്ളവ നിരവധി സാമൂഹിക രാഷ്ട്രീയ നടപടികൾ അവതരിപ്പിച്ചു. വൈദേശിക ശക്തികളുടെ എണ്ണക്കമ്പനികളിൽ നിന്നും ഇറാനെ സ്വതന്ത്രമാക്കാനുള്ള ഈ നീക്കങ്ങൾ അവരുടെ കണ്ണിലെ കരടാക്കി മൊസദ്ദെഖിനെ മാറ്റി. 1950കളിൽ ഇറാനിൽ അമേരിക്കയുടെ പ്രധാന പ്രവർത്തനം മൊസദ്ദെഖിയുടെ അധികാരത്തെ തടയാനും എണ്ണ വ്യവസായത്തെ വിദേശ വ്യാപാരികളുടെ നിയന്ത്രണത്തിലാക്കാനുമായിരുന്നു. 1953 ആഗസ്റ്റിൽ സിഐഎ ബ്രിട്ടന്റെ AI6മായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ഇറാനിൽ ഓപ്പറേഷൻ അജാക്സ് എന്നറിയപ്പെടുന്ന ഒരു വൻ അട്ടിമറി നടന്നു. ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൊസദ്ദെഖിയെ ഈ ഓപ്പറേഷനിലൂടെ അധികാരത്തിൽ നിന്നും പുറത്താക്കി. പകരം ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ രാജ്യത്തിന്റെ നേതാവായി പുനഃസ്ഥാപിച്ചു. ഈ സംഭവങ്ങൾ ഇറാന്റെ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രത്തിലും അതിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിലും വലിയ ആഘാതങ്ങളുണ്ടാക്കി. 1953 അട്ടിമറിയിലൂടെ ബ്രിട്ടനും അമേരിക്കയും അവരുടെ കുടിലമായ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തു. തുടർന്ന് പഹ്ലവിയുടെ കീഴിൽ അധികാരം കേന്ദ്രീകരിക്കുകയും 1954 കൺസോർഷ്യം ഉടമ്പടിയിലൂടെ വിദേശ എണ്ണക്കമ്പനികളെ രാജ്യത്തിന്റെ വ്യവസായത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. അമേരിക്ക ഇറാനിൽ തനതായ തന്ത്രങ്ങൾ നടപ്പിലാക്കി അവരുടേതായ രാഷ്ട്രീയ കാലാവസ്ഥകൾ സൃഷ്ടിച്ചു. ഇറാനിലെ എണ്ണ മേഖലയുടെ നിയന്ത്രണം അങ്ങനെ അമേരിക്കയുടെ കൂടി കൈകളിലായി. ഇത് അമേരിക്കയുടെ ആഗോള ഭീകരതയ്ക്ക് ഊർജം പകർന്നു. സിഐഎയുടെ അട്ടിമറിയിലൂടെ ഇറാന് നഷ്ടമായത് സാമ്രാജ്യത്വ വിരുദ്ധ ജനാധിപത്യ പരിഷ്കർത്താവിനെ ആയിരുന്നു. രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും മോചിപ്പിക്കാൻ മുഹമ്മദ് മൊസദ്ദെഖ് എന്ന ജനാധിപത്യ നേതാവ് നടത്തിയ ശ്രമങ്ങൾ അല്പമെങ്കിലും വിശദീകരണം അർഹിക്കുന്നുണ്ട്. ഇറാന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള അടിയന്തര ശ്രമങ്ങളും രാഷ്ട്രീയത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിനായുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ മുഖ്യ സവിശേഷതകളായിരുന്നു. ഒരു നിയന്ത്രണവുമില്ലാതെ ആ മണ്ണിൽ പ്രവർത്തിച്ച ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ രേഖകൾ ഓഡിറ്റ് ചെയ്യാൻ മൊസാദ്ദിഖ് ഉത്തരവിട്ടു. IOC ഇറാനുമായി കരാറിലൂടെ ഉണ്ടാക്കിയ റോയൽറ്റി നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇറാന്റെ എണ്ണശേഖരത്തിൽ കമ്പനിയുടെ നിയന്ത്രണം പരിമിതപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചു. ഇറാനിയൻ സർക്കാരുമായി സഹകരിക്കാൻ IOC വിസമ്മതിച്ചതിനെ തുടർന്ന് അവരുടെ കരാറുകൾ റദ്ദാക്കിക്കൊണ്ട് ഇറാന്റെ എണ്ണ വ്യവസായത്തെ ദേശസാൽക്കരിക്കാനും വിദേശ കോർപ്പറേറ്റ് പ്രതിനിധികളെ രാജ്യത്തു നിന്നും പുറത്താക്കാനും ഇറാൻ പാർലമെന്റ് വോട്ട് ചെയ്തു. ഈ വോട്ടെടുപ്പിന് ശേഷം ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ ബ്രിട്ടൻ ഇറാനിയൻ എണ്ണ ലോകവ്യാപകമായി ബഹിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചു. അതിന്റെ തുടക്കത്തിൽ അബദൻ ഓയിൽ റിഫൈനറിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ബ്രിട്ടൻ
തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. 1951 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി തങ്ങളുടെ ഇറാനിയൻ ഏജന്റുമാരെ ഉപയോഗിച്ച് സാമ്പത്തിക ബഹിഷ്കരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. മൊസാദിക് സർക്കാരിനെ അട്ടിമറിക്കാൻ പിന്നീട് 1953 അധികാരത്തിൽ വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൺ ചർച്ചിലിന്റെയും അദ്ദേഹത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റായ ഐസൻഹോവർ ഭരണകൂടത്തിന്റെയും പിന്തുണയുണ്ടായിരുന്നു. ഓപ്പറേഷൻ അജാക്സ് എന്ന ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അതിൻ്റെ അന്തിമ ചിത്രം. CIA-ക്കൊപ്പം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹകരണം അട്ടിമറി ആരംഭിക്കുന്നതിലും ആസൂത്രണം ചെയ്യുന്നതിലും നിർണായകമായി. ഈ ഗൂഢാലോചന നടപ്പിലാക്കുന്നതിലും ആസൂത്രണം ചെയ്യുന്നതിലും ഏജൻസിയുടെ പങ്ക് മുൻ CIA ഉദ്യോഗസ്ഥരും ചരിത്രകാരന്മാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമായിരുന്നുവെന്നും CIA 2013 സമ്മതിക്കുകയുണ്ടായി. CIA ഡീക്ലാസിഫൈഡ് രേഖകൾ അനുസരിച്ച് 1953 ആഗസ്റ്റ് 19 ഷാ അനുകൂല കലാപം നടത്താൻ തെഹ്റാനിലെ വിമത ജനക്കൂട്ടത്തെ CIA നിയോഗിച്ചു. പണം നൽകിയ ആളുകളെ ബസ്സുകളിലും ട്രക്കുകളിലും തെഹ്റാനിലേക്ക് കൊണ്ടുവന്ന് നഗരത്തിലെ തെരുവുകൾ പിടിച്ചെടുത്തു. ആ സംഘർഷത്തിൽ 200-നും 300-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടു. ഷായുടെ സൈനിക കോടതി മൊസാദിക്കിനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്തു. 1953 ഡിസംബർ 21 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. തുടർന്ന് ജീവിതകാലം മുഴുവൻ വീട്ടുതടങ്കലിലായി. അട്ടിമറിക്കു ശേഷം 1979 ഇറാനിയൻ വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെടുന്നതുവരെ റസാ ഷാ പഹ്ലവി അടുത്ത 26 വർഷം ബ്രിട്ടീഷ് അമേരിക്കൻ പിന്തുണയോടെ രാജാവായി ഭരണം തുടരുകയായിരുന്നു.